കണ്ണൂർ സിവിൽ സ്റ്റേഷൻ വളപ്പിലേക്കുള്ള നഴ്സുമാരുടെ മാർച്ചിൽ പോലീസ് കേസെടുത്തു. എം വിജിൻ MLA ഒഴിവാക്കിയാണ് പോലീസ് കേസ്. സംഭവവുമായി ബന്ധപ്പെട്ട MLAയും പോലീസും തമ്മിലുള്ള വാക്കേറ്റം ചർച്ചയായിരുന്നു. അതേസമയം MLA ന്യായീകരിച്ച് EP ജയരാജൻ രംഗത്തെത്തി. AGNA ഭാരവാഹികളെയും കണ്ടാൽ അറിയാവുന്ന 100ഓളം പേരെയും പ്രതി ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ MLA M വിജിനെ ഒഴിവാക്കിയാണ് കേസ്. കേസെടുക്കുന്നതിനെ ചൊല്ലിയാണ് ടൗൺ SIയും MLAയും തമ്മിൽ ഇന്നലെ വാക്കേറ്റമുണ്ടായത്. എന്നാൽ പോലീസ് കൃത്യനിർവഹണത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്നും MLAയോട് പോലീസ് കാണിച്ചത് തെറ്റാണെന്നും EP ജയരാജൻ ന്യായീകരിച്ചു. യഥാർത്ഥത്തിൽ അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് ചേർക്കേണ്ടതില്ല. എന്തിനാ അദ്ദേഹത്തിന്റെ പേര് ചേർക്കുന്നു? അദ്ദേഹം യഥാർത്ഥത്തിൽ ഇവരെ അവിടെ ഗേറ്റിൻ്റെ അടുത്ത് വന്നിട്ട് ഈ നേഴ്സുമാരോട് പറയുന്നു, ഇതിൻ്റെ അകത്ത് നമ്മളങ്ങനെ കടക്കാൻ പാടില്ല, നിങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നതാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ശ്രമിച്ചത് ഇവരെ പുറത്ത്, കാരണം പോലീസൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അവരെല്ലാം അങ്ങ് നടന്നങ്ങ് കയറി. അപ്പോൾ അവരെയെല്ലാം ഗേറ്റിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് ഈ പരിപാടി നടത്താൻ വേണ്ടിയിട്ടാണ് വിജിൻ ഇടപെട്ടത്. എന്തിനാണ് കേസെടുക്കേണ്ട കാര്യം? ക്രമസമാധാന പ്രശ്നമില്ല, വനിതകളാണ് മഹാഭൂരിപക്ഷവും, വേറൊരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. അതെല്ലാം പരിശോധിക്കട്ടെ. CPMന് രാജ്യത്തെ നിയമം ബാധകമല്ലെന്നും പ്രതിപക്ഷത്തെ രണ്ടാം തരം പൗരന്മാരായി കാണുന്നുവെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം കേരള ഗവൺമെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള സമരം കലക്ട്രേറ്റിന്റെ ഉള്ളിലേക്ക് കടക്കുകയായിരുന്നു. തുടർന്ന് ഉദ്ഘാടനം ചെയ്യാനെത്തിയ MLAയെ പോലീസ് തടഞ്ഞു. വനിതാ പോലീസ് MLAയുടെ പേര് ചോദിച്ചതു മുതലാണ് വാക്കേറ്റം ആരംഭിച്ചത്. തുടർന്ന് SIയും MLAയും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്നാണ് പോലീസിന്റെ നടപടി. ജനം, കണ്ണൂർ.